ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏജിങ്, സെല്ലുലാർ ആൻഡ് എക്സ്ട്രാ സെല്ലുലാർ എന്ന ടോപ്പിക്കാണ്. സോ നമുക്കറിയാം ഏജിങ് എന്ന് പറയുമ്പോൾ സിംപ്ലി നമ്മൾ എന്ത് പറയും, ബിക്കമിങ് ഓൾഡ് എന്ന് അല്ലേ. അപ്പോൾ അതിനെ കുറച്ചും കൂടെ നന്നായിട്ട് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സർവൈവലിനും ഫെർട്ടിലിറ്റിക്കും ആവശ്യമായ നെസസറിയായ ഫിസിയോളജിക്കൽ ഫങ്ഷൻസിൽ ടൈം റിലേറ്റഡ് ആയിട്ട് വരുന്ന ലോസിനെയാണ് നമ്മൾ ഏജിങ് എന്ന് പറയുന്നത്. സോ ഏജിങ്ങിൻ്റെ കൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു ടേമാണ് സെനിസെൻസ് എന്നുള്ളത്. സെനിസെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെൽസിന് ആ ഒരു ഡിവിഷനും ഗ്രോത്തിനുള്ള പവർ എന്താണ്, ലോസ് ചെയ്യാണ്. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സെനിസെൻസ് അല്ലെങ്കിൽ സെല്ലുലാർ സെനിസെൻസ് എന്ന് പറയുന്നത്. ദെൻ ഈ ഒരു ഏജിങ്ങിൻ്റെ സ്റ്റഡീനെ നമ്മൾ പറയുന്ന പേരാണ് ജിറൻറ്റോളജി എന്നുള്ളത്. ഏജിങ്ങും സെനിസെൻസും മെയിനായിട്ട് കോസ് ചെയ്യുന്നത് ജെനറ്റിക് ആൻഡ് എൻവയോൺമെൻറ്റൽ കമ്പോണൻസ് ആണ്. സോ മ്യൂട്ടേഷൻ, അതുപോലെ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, റാൻഡം എപ്പിജനറ്റിക് ചേഞ്ചസ്, ഇതിൻ്റെയൊക്കെ ഒരു ഇൻ്റർപ്ലേ ആണ് ഈ ഒരു ഏജിങ് എന്ന ഫിനോമിന കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. സോ നമുക്കറിയാം ഒരു ഹ്യൂമൻ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 121 ഇയേഴ്സാണ്. അതുപോലെ തന്നെ ടോട്ടോയ്സിൻ്റെ, ലൈക്ക് ട്രോട്ടിൻ്റെ, ഇതിൻ്റെയൊക്കെ ഒരു എസ്റ്റിമേറ്റഡ് മാക്സിമം ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 150 ഇയേഴ്സാണ്. സോ ഓരോ സ്പീഷീസിൻ്റെയും ലൈഫ് സ്പാൻ ഡിറ്റർമൈൻ ചെയ്യുന്നത് ആ ഒരു സ്പീഷീസിൻ്റെ ഏർലി ഗ്രോത്തും റിപ്രൊഡക്ഷനും സെമാറ്റിക് മെയിൻ്റെനൻസും ഒക്കെ കോസ് ചെയ്യുന്ന ജീൻസുകളാണ്. സോ നമുക്ക് ഒരു ഏജിങ് ആകുമ്പോൾ എന്താണ്, അതിനോട് അസോസിയേറ്റ് ഉള്ള ചേഞ്ചസ് നമ്മുടെ ബോഡിയിൽ കാണാൻ പറ്റും. ആ ഒരു ചേഞ്ചസ് എന്താവാം, മോർഫോളജിക്കലി കാണാം, അനാറ്റമിക്കലാവാം, സെല്ലുലാർ ലെവലിലാവാം, അല്ലെങ്കിൽ എക്സ്ട്രാ സെല്ലുലാർ ലെവലിലാവാം. മോർഫോളജിക്കൽ ചേഞ്ചസ് എന്ന് പറയുമ്പോൾ എന്താണ്, റിങ്കിൾഡ് സ്കിന്ന്, ഗ്രേ ഹെയേഴ്സ്, ഫ്രജൈൽ ആൻഡ് ബ്രിട്ടിൽ ബോൺസ്, ഇതൊക്കെയാണ് മോർഫോളജിക്കൽ ചേഞ്ചസ്. ഇനി അനാറ്റമിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ ഫങ്ഷൻസ് ലോസ് ആവാം, അതുപോലെ ബ്ലഡ് സപ്ലൈ റെഡ്യൂസ്ഡ് ആവുക, ഇതൊക്കെയാണ് ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള അനാറ്റമിക്കൽ ചേഞ്ചസ്. ഇനി ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള ചേഞ്ചസ് സെല്ലിൻ്റെ ഉള്ളിലാണെങ്കിൽ അതിനെ നമ്മൾ സെല്ലുലാർ ഏജിങ് എന്നും, സെല്ലിൻ്റെ ഔട്ട്സൈഡിലാണെങ്കിൽ അതിനെ നമ്മൾ എക്സ്ട്രാ സെല്ലുലാർ ഏജിങ് എന്നും പറയും. ഇവിടെ മെയിനായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഈ സെല്ലുലാർ ഏജിങ്ങും എക്സ്ട്രാ സെല്ലുലാർ ഏജിങ്ങും ആണ്. സോ ഫസ്റ്റിൽ നമുക്ക് സെല്ലുലാർ ഏജിങ് എന്താണെന്ന് നോക്കാം. സോ സെല്ലുലാർ ഏജിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെൽസിൻ്റെ ആ ഒരു സെല്ലുലാർ ഫങ്ഷൻസ് ഗ്രാജുവലായിട്ട് ലോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സെല്ലുലാർ ഏജിങ് എന്ന് പറയുന്നത്. അതായത് ആ ഒരു സെല്ലിന് എന്താണ്, സ്ട്രെസ്സിനോടോ അല്ലെങ്കിൽ അതർ സെല്ലുലാർ ഡാമേജസിനോടോ ഒന്നും റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇവൻച്വലി എന്താണ്, ആ ഒരു സെൽ ഡെത്തിലേക്ക് ലീഡ് ചെയ്യും. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സെല്ലുലാർ ഏജിങ് എന്ന് പറയുന്നത്. മെയിൻലി ഈ സെല്ലുലാർ ഏജിങ് പറയുമ്പോൾ നമ്മളവിടെ 2 ജീൻസിനെ പറ്റി പറയും. ഈ മെയിൻ ജീൻസുകളാണ് ഈ ഒരു ഏജിങ്ങിൽ ഇൻവോൾവ് ചെയ്യുന്നതും അതിൻ്റെ പ്രിവെൻഷനിൽ ഇൻവോൾവ് ചെയ്യുന്നതും. മെയിൻലി ഈ ജീൻസ് എൻകോഡ് ചെയ്യുന്നത് DNA റിപ്പയറിംഗ് എൻസൈംസിനെയും അതുപോലെ തന്നെ പ്രോട്ടീൻ ഓഫ് ഇൻസുലിൻ സിഗ്നലിംഗ് പാത്വേനെയാണ് ഈ ജീൻസ് എൻകോഡ് ചെയ്യുന്നത്. ദെൻ ആ 2 ജീൻസാണ്, ഒന്ന് P53യും പിന്നെ SIRT-UIനും. സോ നമ്മൾ പറഞ്ഞു ആ 2 ജീൻസ് എന്താണ്, DNA റിപ്പയറിംഗ് എൻസൈമിനെയും അതുപോലെ പ്രോട്ടീൻസ് ഓഫ് ഇൻസുലിൻ സിഗ്നലിംഗ് പാത്വേനും എൻകോഡ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. സോ ആ ജീൻസ് DNA റിപ്പയറിംഗ് എൻസൈംസിനെ എങ്ങനെയാണ് എൻകോഡ് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് അതിൻ്റെ ഫങ്ഷൻസ് വരുന്നതെന്നാണ് ഇനി നോക്കുന്നത്. സോ DNA റിപ്പയർ എൻസൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എന്താണ്, നമ്മുടെ സെൽ ഡാമേജ്ഡ് ആകുമ്പോൾ ഈ DNA റിപ്പയർ എൻസൈംസ് അത്യാവശ്യമാണ് അല്ലേ. നമ്മളെ സെനിസെൻസ് പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു DNA റിപ്പയറിംഗ് എൻസൈംസ് വേണം. സോ ഒരു ഇൻഡിവിജ്വൽ വിത്ത് മോർ എഫിഷ്യൻറ്റ് DNA റിപ്പയർ എൻസൈംസ് ആണെങ്കിൽ ആ ഒരു ഇൻഡിവിജ്വൽ എന്താണ്, അതിൻ്റെ ലോങ്കിവിറ്റി കൂടും എന്നാണ് പറയുന്നത്. ദെൻ അതുപോലെ തന്നെ എന്താണ്, നമ്മുടെ പ്രിമച്വർ ഏജിങ് സെൻറ്ററായ പ്രൊജേരിയ, അത് ഹ്യൂമൻസിലും മെയ്സിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു പ്രൊജേരിയ കോസ് ചെയ്യുന്നത് മ്യൂട്ടേഷൻ വഴിയാണ്. സോ ഈ മ്യൂട്ടേഷൻ വരുമ്പോൾ എന്താണ്, അത് DNA റിപ്പയർ എൻസൈംസിനെ അതിൻ്റെ ഫങ്ഷനിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യും. സോ ആ പ്രിവെൻഷൻ വരുമ്പോൾ എന്താണ്, അവിടെ സെൽ ഡാമേജ് ഉണ്ടാവും. DNA റിപ്പയറിംഗ് എൻസൈമിന് അതിൻ്റെ ഫങ്ഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്താണ്, ആ ഒരു പ്രിമച്വർ ഏജിങ് അവിടെ കാണിക്കും. സോ ഈ ഒരു ഹച്ചിങ്സൺ ക്ലിഫോർഡ് പ്രൊജേരിയ എന്ന് പറയുന്നത് നമ്മുടെ ലാമിൻ എ ന്യൂക്ലിയർ പ്രോട്ടീനിൽ എൻകോഡ് ചെയ്യുന്ന ജീനിൽ വരുന്ന ഡോമിനൻറ്റ് മ്യൂട്ടേഷനാണ് ഈ ഒരു പ്രൊജേരിയ വരുന്നത്. സോ ഈ പ്രൊജേരിയ ഉണ്ടാകുമ്പോഴുള്ള ആ ഒരു സെയിം മ്യൂട്ടേഷൻ ആയിട്ടുള്ള കണ്ടീഷൻ തന്നെയാണ് നമ്മുടെ ഏജ് റിലേറ്റഡ് സെനിസെൻസിൻ്റെ ടൈമിലും കാണുന്നത്. സോ ഇത് എന്താണ്, പ്രൊജേരിയ ഡിസീസുള്ള കുട്ടികളുടെ പിക്ചേഴ്സാണ്. സോ ഇവരിൽ കാണുന്ന ആ സെയിം മ്യൂട്ടേഷൻ തന്നെയാണ് നമ്മുടെ ഏജ് റിലേറ്റഡ് സെനിസെൻസിൻ്റെ ടൈമിൽ നമ്മളിലും കാണുന്നത്.
സോ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ആ മെയിൻ 2 ജീൻസാണ്. ഒന്ന് P53യും അതുപോലെ സിർട്യൂനും. P53 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് റെഗുലേറ്റർ ഓഫ് സെൽ ഡിവിഷൻ. സെൽ ഡിവിഷൻ്റെ ഇമ്പോർട്ടൻറ്റ് റെഗുലേറ്ററാണ് P53. അതുപോലെ തന്നെ P53നെ നമ്മൾ ഗാർഡിയൻ ഓഫ് ജീനോം എന്നാണ് പറയാറ്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ആ ഒരു P53യുടെ ക്യാൻസറിനെ ബ്ലോക്ക് ചെയ്യാനുള്ള എബിലിറ്റി കാരണമാണ് നമ്മളതിനെ ഗാർഡിയൻ ഓഫ് ജീനോം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ P53നെ നമ്മൾ ട്യൂമർ സപ്രസിങ് ജീൻ എന്നും പറയും. പിന്നെ ഈ ഫാക്ടർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ സെൽ സൈക്കിൾ സ്റ്റോപ്പ് ചെയ്തിട്ടും സെല്ലുലാർ സെനിസൻസ് റാപ്പിഡ്ലി ഡിവൈഡിങ് ആയിട്ടുള്ള സെല്ലിൽ സെല്ലുലാർ സെനിസൻസ് കൊണ്ടുവന്നിട്ട് അവിടെ ഈ ബാക്സ് ജീനിനെ ഇൻസ്ട്രക്ട് ചെയ്യും. ഈ ബാക്സ് ജീൻ എന്ത് ചെയ്യും? സെല്ലുലാർ അപ്പോട്ടോസിസ് ഇൻഡ്യൂസ് ചെയ്യും. അതോടൊപ്പം തന്നെ DNA റിപ്പയറിങ് എൻസൈംസിനെയും ആക്ടിവേറ്റ് ചെയ്യും ഈ P53 എന്താണ്? ഓൾറെഡി ഒരു റിപ്രസറായിട്ട് ബൗണ്ട് ചെയ്തിട്ട് ഇരിക്കാവും. സോ അതെന്താണ്? ഇനാക്റ്റീവാണ്. പക്ഷേ അതിന് ഫേവറബിൾ ആയിട്ടുള്ള UV റേഡിയേഷൻ, ഓക്സിഡേറ്റീവ് സ്ട്രെസ് അല്ലെങ്കിൽ അതർ ഫാക്ടേഴ്സൊക്കെ വരുമ്പോൾ എന്താണ്? ഈ ഒരു DNAയിൽ ഡാമേജ് വരും. അങ്ങനെ DNAയിൽ ഡാമേജ് വരുമ്പോൾ ആ ഒരു P53 ആ ഒരു റിപ്രസറിന് സെപ്പറേറ്റ് ആവും. അങ്ങനെ ആ ഒരു P53യുടെ ഫങ്ഷൻ എന്ത് ചെയ്യും? അലോ ചെയ്യും. ഇൻ കേസ് ആ ഒരു അപ്പോട്ടോപ്സിസ് അല്ലെങ്കിൽ സെല്ലുലാർ സെനിസൻസ് ഈ P53 കോസ് ചെയ്യുന്നത് ഇൻ കേസ് അതൊരു എന്താണ്? ക്യാൻസറസ് സെൽസ് ആണെങ്കിൽ ഓക്കെ, നമുക്കത് ബെനിഫിഷ്യലാണ് അല്ലേ? ആ ഒരു സെല്ലിൻ്റെ എന്താണ് ഡിവിഷൻ അവിടെ സപ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ അതൊരു ന്യൂറോൺസ് അല്ലെങ്കിൽ സ്റ്റെം സെൽസ് ഒക്കെ ആണെങ്കിൽ നമുക്കത് ഹാംഫുള്ളാണ്. സോ ഈ ഒരു P53നെ ആക്ടിവേറ്റ് ചെയ്യുന്നത് ടീലോമറേസിൻ്റെ ഡാമേജ് ആണ്. സോ ഈ ടീലോമറേസിൽ വരുന്ന ഡാമേജ് എന്ത് ചെയ്യും? P53നെ ആക്ടിവേറ്റ് ചെയ്യും. P53 ആക്ടിവേറ്റഡ് ആകുമ്പോൾ അവിടെ DNA റെപ്ലിക്കേഷൻ ഹോൾട്ട് ചെയ്യും. സോ DNA റെപ്ലിക്കേഷൻ ഹോൾട്ട് ആകുമ്പോൾ DNA റിപ്പയർ എൻസൈംസ് അത് റിപ്പയർ ചെയ്യാൻ നോക്കും. പക്ഷെ അത് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ എന്താവും? ആ ഒരു സെല്ല് ഇവൻച്വലി അപ്പോട്ടോസിസ് ഇനിഷ്യേറ്റ് ചെയ്യും. സോ ഒരു സ്റ്റെം സെൽസ് അല്ലെങ്കിൽ അത് റാപ്പിഡ്ലി റെപ്ലിക്കേറ്റിംഗ് സെൽസിനൊക്കെ എന്താണ്? അവിടെ ആ ഒരു നമ്പർ ഓഫ് സെൽസ് എന്താവും? റെഡ്യൂസ് ചെയ്യും. അപ്പോൾ ഒരു ഏജ്ഡ് ഫീനോടൈപ്പ് കാണിക്കും. അതുപോലെ തന്നെയാണ് നമ്മൾ പറയുന്നുണ്ട് ഷോർട്ട് ആൻഡ് ടീലോമറേസും അതുപോലെ സ്റ്റെംസ് ആൻഡ് ഡിലീഷനും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ്. അതായത് മൗസ് മസ്കുലർ ഡിസ്ട്രോഫിയിലൊക്കെ നമ്മൾ ആ ഒരു ഷോർട്ട് ആൻഡ് ടീലോമറേസും സ്റ്റെം സെൽ ഡിലീഷനും തമ്മിലുള്ള ഒരു റിലേഷൻ കാണുന്നുണ്ട്. സോ അതിൻ്റെ മെയിൻ റീസൺ എന്താ വെച്ചാൽ നമുക്ക് ഓൾറെഡി ഒരു പ്രിമിറ്റീവ് കോറിലേഷൻ ഉണ്ട്. അതായത് എന്താണ്? ടീലോമറേസ് ഏജിങ് ആവുന്നതോടൊപ്പം എന്താണ്? ഷോർട്ടൻഡ് ആയിട്ട് പോകുന്നുണ്ട് മൈസിലും ഹ്യൂമൻസിലൊക്കെയാണ് അല്ലേ? സ്റ്റെം സെൽസിലുള്ള ടീലോമറേസ് എന്താണ്? ഷോർട്ടൻഡ് ആയിട്ട് പോകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. സോ ഈ ഒരു ടീലോമറേസിന് ഈ ഒരു ഇൻറ്റിഗ്രിറ്റി കൊടുക്കുന്നത് ടീലോമറേസ് എൻസൈമാണ്. സോ നമ്മൾ 2 കേസ് നോക്കുകയാണെങ്കിൽ മൈസ് ആൻഡ് ഹ്യൂമൻ വിത്ത് ടീലോമറേസ് ഡെഫിഷ്യൻസി ആണെങ്കിൽ എന്താണ്? അവിടെ ഏജിങ് പ്രിമച്യൂർലി കാണിക്കും. അതല്ല അവിടെ ഓവർ എക്സ്പ്രസിങ് ടീലോമറേസ് ആണെങ്കിൽ ആ ഒരു സെല്ലിനെ എന്താവും? സെനിസെൻ്റ് ആയിട്ടുള്ള ആ ഒരു സെല്ലിനെ റീആക്ടിവേറ്റ് ചെയ്യാനും അതുപോലെ ആ ഒരു സെല്ലിൻ്റെ ലോങ്കിവിറ്റി എക്സ്റ്റെൻഡ് ചെയ്യാനും ടീലോമറേസിന് പറ്റും. സോ നമുക്ക് പറയാം ടീലോമിയർ എന്ന് പറയുന്നത് ഒരു ഏജിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബബിലിറ്റി മാത്രമാണ്. പക്ഷേ അതൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്പാൻ ഒന്നും പ്രെഡിക്റ്റ് ചെയ്യുന്നില്ല. സോ ഇനി നമുക്ക് നോക്കാനുള്ള നെക്സ്റ്റ് സെറ്റ് ഓഫ് ജീൻ എന്ന് പറയുന്നത് സിർട്യൂയിൻ ആണ്. ദെൻ സിർട്യൂയിൻ മെയിൻലി ഇൻവോൾവ് ആയിട്ടുള്ളത് ക്രോമാറ്റിക് മോഡിഫിക്കേഷനിലാണ്. അതുപോലെ തന്നെ സിർട്യൂയിൻ എന്താണ്? അത് ജീൻസ് റോങ് ടൈംസിലോ അല്ലെങ്കിൽ റോങ് പ്ലേസിലോ എക്സ്പ്രസ് ചെയ്യുന്നത് തടയും. അതുപോലെ ക്രോമസോമൽ റീഅറേഞ്ച്മെൻറ്റിനൊക്കെ ബ്ലോക്ക് ചെയ്യും. സോ ഈ സിർട്യൂയിൻ എന്ന് പറയുന്നത് നമ്മുടെ DNA സ്ട്രാൻഡിൽ എന്തെങ്കിലും ബ്രേക്ക് വരുമ്പോൾ ആ ഒരു ബ്രേക്ക് ആ ഒരു ക്രോമാറ്റിൻ ബ്രേക്ക് റിപ്പയർ ചെയ്ത് അത് ഫിക്സ് ചെയ്യുന്നത്. സോ DNA ഡാമേജ് വരുമ്പോൾ അവിടെ സിർട്യൂയിൻ ഉണ്ടെങ്കിൽ ആ ഒരു സിർട്യൂയിൻ പ്രോട്ടീൻ ഉണ്ടെങ്കിൽ ആ ഒരു ഡാമേജിനെ റിപ്പയർ ചെയ്യും. അതോടൊപ്പം ഏജിങ് സ്ലോ ചെയ്യും. ഇൻ കേസ് ആ ഒരു സിർട്യൂയിൻ ഇല്ലെങ്കിൽ അവിടെ ആ DNA ഡാമേജ് നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്താവും? ഏജിങ് ഫാസ്റ്റായിട്ട് നടക്കും. ഇനി നമുക്ക് നോക്കാനുള്ളത് ഏജിങ് ആൻഡ് ഇൻസുലിൻ സിഗ്നലിംഗ് പാത്വേ. ഇവിടെ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്യുന്നത് വെച്ചാൽ ഏജിങ്ങും ഇൻസുലിൻ സിഗ്നലിങ്ങും എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിട്ടുള്ളതെന്നും അതുപോലെ ഈ ഏജിങ് റെഗുലേറ്റ് ചെയ്യുന്നത് ഒരു കൺസേർവ്ഡ് ജെനറ്റിക് പാത്വേ ആണ്. ആ ഒരു പാത്വേ ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്.
ദെൻ നമുക്കറിയാം മൈസിൽ അതുപോലെ സി എലഗൻസിൽ ഡ്രോസോഫിലയിൽ ഇതിലൊക്കെ നടന്ന റീസെൻറ്റ് സ്റ്റഡീസ് പറയുന്നത് ഒരു കൺസേർവ്ഡ് ആയിട്ടുള്ള ജെനറ്റിക് പാത്വേയാണ് ഏജിങ്ങിനെ റെഗുലേറ്റ് ചെയ്യുന്നത് എന്നാണ് ഈ ഒരു സ്റ്റഡീസ് സജസ്റ്റ് ചെയ്യുന്നത്. ദെൻ ഈ ഒരു പാത്വേയിൽ ഇൻവോൾവ് ചെയ്യുന്നത് ഇൻസുലിൻ അതുപോലെ ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടേഴ്സാണ് ഈ ഒരു പാത്വേയിൽ ഇൻവോൾവ് ചെയ്യുന്നത്. നമ്മുടെയൊക്കെ ബോഡിയിലുള്ള ഇൻസുലിനെ നമ്മുടെ സെൽ മെംബ്രെയിനിലുള്ള ഇൻസുലിൻ റിസപ്റ്റേഴ്സ് എന്ത് ചെയ്യും, അതിനെ ബൈൻഡ് ചെയ്തിട്ട് നമ്മുടെ സെല്ലിലേക്ക് ജോയിൻ ചെയ്തിട്ട് അവിടെ എനർജി ഫോം ചെയ്യും. സോ ഈ ഒരു ഇൻസുലിൻ റിസപ്റ്ററിൻ്റെ ആക്ടിവേഷൻ ഇല്ലാതെ ആകുമ്പോൾ അവിടെ എന്താണ്, ഏജിങ് സസ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഏജിങ് വഴുകുന്നുണ്ട്. സോ ഈ ഒരു ഐഡിയ നമുക്ക് കിട്ടിയത് ഈ ഒരു സി എലഗൻസിൻ്റെയും മൈസിൻ്റെയും അതുപോലെ ഡ്രോസോഫിലിൻ്റെ ഒക്കെ സ്റ്റഡീസിൽ നിന്നാണ്. സോ ആദ്യം നമ്മൾക്ക് ഏജിങ് ഓഫ് സി എലഗൻസ് നോക്കാം. സി എലഗൻസിൽ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ സി എലഗൻസിൻ്റെ ഒരു കോളനി, ഒരു നിമറ്റോഡ് കോളനി, അവിടെ നമ്മൾ ഒരു അൺഫേവറബിൾ കണ്ടീഷൻ, അതായത് ഫുഡ് ഇൻസഫിഷ്യൻ്റ് ആയ ഒരു കലോറി റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ. സോ അവിടെ നോർമലി ഒരു 2 ആഴ്ച കൊണ്ട് ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ആക്കേണ്ട നിമറ്റോഡ് എന്ത് ചെയ്തു, ഈ ഒരു ഫുഡ് ഇൻസഫിഷ്യൻറ്റ് കലോറി റെസ്ട്രിക്റ്റഡ് ആയതുകൊണ്ട് അതൊരു ഡോർ ഫേസിലേക്ക് പോയി, അതായത് മെറ്റബോളിക്കലി ഡോർമെൻ്റ് ആയി. അപ്പോൾ ആ ഡോർമെൻ്റ് ആയതുകൊണ്ട് എന്തായി, കലോറി റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ആ ഒരു കലോറി റെസ്ട്രിക്റ്റഡ് ആയതുകൊണ്ട് ആ ഒരു ഡോർമെൻറ്റ് ഫേസിലേക്ക് പോയി. അപ്പോൾ ആ ഒരു ഡോർമെൻ്റ് ആയതുകൊണ്ട് അവിടെ എന്തായി, അവിടെ DAF2 ഇൻസുലിൻ റിസപ്റ്ററിൻ്റെ ആക്ടിവേഷൻ ഇല്ലാതായി. സോ ഈ ഒരു DAF2ൻ്റെ ആക്ടിവേഷൻ ഇല്ലാതായപ്പോൾ അവിടെ എന്തായി, ഏജിങ് സസ്പെൻഡഡ് ആയി. സോ അതേപോലെ തന്നെ അതിനൊരു ഫേവറബിൾ കണ്ടീഷനിൽ നോക്കിയപ്പോൾ എന്തായി, DAF2ൻ്റെ ആക്ടിവേഷൻ ഉണ്ടായി, അവിടെ എന്തായി, ഏജിങ് വേഗം തന്നെ നടന്നു. സോ ഈ ഒരു DAF2 റിസപ്റ്റർ ആക്റ്റീവ് അല്ലാതിരിക്കുമ്പോൾ ആ ഒരു സെല്ലിൽ എന്താണ് ഉണ്ടാകുന്നത്, ആ ഒരു സെല്ലിൽ ഓക്സിഡേറ്റീവ് ഡാമേജിന് എഗനിസ്റ്റ് ആയിട്ടുള്ള എൻസൈംസും അതുപോലെ DNA റിപ്പയറിംഗ് എൻസൈംസിൻ്റെ പ്രൊഡക്ഷനും ഇൻക്രീസ് ചെയ്തു. ദെൻ ഈ ഒരു DNA റിപ്പയറിംഗ് എൻസൈംസും അതുപോലെ ഈ ഒരു റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസിന് എഗനിസ്റ്റ് ആയിട്ടുള്ള ഈ എൻസൈംസും ഫോം ചെയ്യുന്നത് DAF16 ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ എന്ന് പറഞ്ഞ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടറാണ് ഈ ഒരു എൻസൈംസിനെ ഇൻക്രീസ് ചെയ്യുന്നത്. ദെൻ ഈ ഒരു DAF16 ട്രാൻസ്ലേഷൻ ഫാക്ടറിനെ ഈ ഇൻസുലിൻ റിസപ്റ്റർ DAF2 സിഗ്നൽ എന്തായിരിക്കും, ഇൻഹിബിറ്റ് ചെയ്തിട്ടുണ്ടാവും. സോ ഈ ഒരു DAF2 സിഗ്നൽ എന്താണ് കിട്ടാതായപ്പോൾ ആ DAF2 സിഗ്നൽ ഇല്ലാതായപ്പോഴാണ് ഈ ഒരു DAF16 എന്ത് ചെയ്ത് ഫങ്ഷൻ ചെയ്യാൻ തുടങ്ങിയത്. ദെൻ DAF16 ഫങ്ഷൻ ആയപ്പോഴാണ് ഈ ഒരു എൻസൈംസ് ആക്ടിവേറ്റ് ആയത്. സോ എൻസൈംസ് ആക്ടിവേറ്റ് ആകുമ്പോൾ എന്താണ്, അത് DNA റിപ്പയറിംഗിലുള്ള എൻസൈംസിന് അതുപോലെ തന്നെ റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസിനെ റെഡ്യൂസ് ചെയ്യാനുള്ള എൻസൈംസിനെയും ഈ DAF16 ഫോം ചെയ്തു. സോ ഈ ഒരു DAF16ൻ്റെ ഫങ്ഷനിങ്ങിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു DAF2 സിഗ്നലിങ് DAF2 സിഗ്നലായ ഇൻസുലിൻ റിസപ്റ്ററിൻ്റെ ഇനാക്ടിവേഷനാണ്. അത് ആക്ടിവേറ്റഡ് ആവാത്തതുകൊണ്ടാണ് DAF16 ആക്ടിവേറ്റഡ് ആയത്. സെയിം ഈ ഒരു സിസ്റ്റം തന്നെ നമ്മൾ മൈസിൽ എന്താണ് ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇൻസുലിൻ ഗ്രോത്ത് ഫാക്ടർ, മൈസിലുള്ള ഇൻസുലിൻ ഗ്രോത്ത് ഫാക്ടറിൻ്റെ ഇനാക്ടിവേഷൻ അത് ആക്ടിവേറ്റഡ് അല്ലാതെ ഇരുന്നപ്പോൾ 30% എന്താണ്, ആ മൈസിൻ്റെ ലോങ്കിവിറ്റി കൂടി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇൻസുലിൻ ഗ്രോത്ത് ഫാക്ടർ ഇനാക്റ്റീവ് ആയപ്പം അവിടെ ഫോക്സോ ഫാക്ടർ എന്തായി, ആക്ടിവേറ്റ് ആയി. അപ്പോൾ ഈ ഫോക്സോ ഫാക്ടർ ആക്ടിവേറ്റ് ആയപ്പോൾ അതിൽ മൈസിൻ്റെ ലൈഫ് സ്പാൻ ഇൻക്രീസ് ചെയ്യും. അതോടൊപ്പം തന്നെ റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസിനോടുള്ള റെസിസ്റ്റൻസും കൂട്ടി. സിമിലർലി ഇത് ഡ്രോസോഫിലയിലും എന്താണ് 85%ഓളം ആ ഒരു ഡ്രോസോഫിലയുടെ ലൈഫ് സ്പാന് ഇൻക്രീസ് ചെയ്തു. അതായത് ഈ ഇൻസുലിൻ ഡ്രോസോഫിലുള്ള ഇൻസുലിൻ റിസപ്റ്ററിൻ്റെ ഇനാക്ടിവേഷൻ നടന്നു. അപ്പോൾ അവിടെ DFOXO എന്ന് പറഞ്ഞ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ ആക്റ്റീവായി. സോ അതെന്തായി, അത് ഈ ഫ്ലൈൻ്റെ ലൈഫ് സ്പാനും ഇൻക്രീസ് ചെയ്തു. അതോടൊപ്പം ROSന് റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസിനുള്ള പ്രൊട്ടക്ഷനും നൽകി. ദെൻ ഇതാണ് ആ ഒരു പിക്ചർ. സി എലഗൻസിനും അതുപോലെ മൗസിലും ഡ്രോസോഫിലയിലൊക്കെ ആ ഒരു ഇൻസുലിൻ ഫാക്ടേഴ്സിലും എന്താണ്, ഇൻസുലിൻ റിസപ്റ്റേഴ്സ് എന്താണ് ഈ ഒരു DAF16 അതുപോലെ DFOXO ഇതിനൊക്കെ ഇൻഹിബിറ്റ് ചെയ്ത് വെച്ചിരിക്കുമായിരിക്കും. സോ ആ ഒരു ഇൻസുലിൻ സിഗ്നലിങ് ഡൗൺ റെഗുലേറ്റഡ് ചെയ്യുമ്പോൾ എന്താണ്, ഈ ഒരു DAF16 അതുപോലെ DFOXO ഒക്കെ ഫോക്സോ ഒക്കെ ആക്ടിവേറ്റഡ് ആവാൻ തുടങ്ങും. അങ്ങനെ അത് ആക്ടിവേറ്റഡ് ആകുമ്പോൾ എന്താണ്, അത് പ്രൊട്ടക്ഷൻ എഗനിസ്റ്റ് ROS അതേപോലെ DNA റിപ്പയറിംഗ് എൻസൈമിൻ്റെ ആക്ടിവേഷനെ സഹായിക്കും. അപ്പോൾ അതോടൊപ്പം തന്നെ എന്താ ഉണ്ടാവുക, അപ്പോൾ ആ ഒരു സെല്ലുലാർ ലൈഫ് സ്പാൻ ഇൻക്രീസ് ചെയ്യും. അതോടൊപ്പം ആ ഒരു ഓർഗാനിസത്തിൻ്റെ ലോങ്കിറ്റിവിറ്റിയും ഇൻക്രീസ് ചെയ്യും.
ദെൻ ഇതൊരു കൺസേർവ്ഡ് ആയിട്ടുള്ള ഒരു ഏജിങ് പാത്വേ ആണെന്നാണ് പറയുന്നത്. സോ അതിന് കാരണം എന്താ വെച്ചാൽ ഈ ഇൻസുലിൻ സിഗ്നലിംഗ് പാത്വേയിലുള്ളതും അതുപോലെ DNA റിപ്പയറിംഗ് പാത്വേയിലുള്ള പ്രോട്ടീൻസും എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്റ്റഡ് ആണ്. അതായത് P53 എന്താണ് P53 സെൽ സൈക്കിൾ അറസ്റ്റ് ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ എന്താണ് ഇൻസുലിൻ ഗ്രോത്ത് ഫാക്ടറിനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ദെൻ ഈ ഇൻസുലിൻ ഗ്രോത്ത് ഫാക്ടർ ബ്ലോക്ക് ആകുമ്പോൾ എന്താണ് ഈ ഡിഫോക്സോ ആക്ടിവേറ്റ് ആവും. ഡിഫോക്സ് ആക്ടിവേറ്റ് ആകുമ്പോഴാണ് എന്ത് സെല്ലിൻ്റെ അല്ലെങ്കിൽ ഫോക്സോ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് ആക്ടിവേറ്റ് ആകുമ്പോഴാണ് എന്ത് ആ ഒരു സെല്ലിൻ്റെ ലോങ്കിറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ എന്താണ് ഈ സിറൂറ്റോയിൻ പ്രോട്ടീൻസും ഫോക്സോ പ്രോട്ടീൻസിനെ ആക്ടിവേറ്റ് ആക്കുകയും അതോടൊപ്പം തന്നെ P53നെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സോ ആ ഒരു കൺസേർവ്ഡ് ആയിട്ടുള്ളൊരു ജെനറ്റിക് പാത്വേ ആണ് ഇത്. ഇതിൽ നോക്കിയാൽ നമുക്കറിയാം എന്താണ് P53 ഇൻസുലിൻ ഗ്രോത്ത് ഫാക്ടറിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ഇൻസുലിൻ ഗ്രോത്ത് ഫാക്ടറിന് ഇൻഹിബിഷൻ നടക്കുമ്പോൾ എന്താണ് അവിടെ ഫോക്സോ ഫാക്ടർ ആക്ടിവേറ്റ് ആവുന്നുണ്ട്. ദെൻ ഫോക്സോ ഫാക്ടർ ആക്ടിവേറ്റ് ആകുമ്പോൾ അവിടെ സെല്ലിൻ്റെ ലോങ്കിറ്റിവിറ്റി സെല്ലിൻ്റെ ഫെയ്റ്റൊക്കെ സെല്ലിൻ്റെ ലോങ്കിറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ദെൻ ഈ ഒരു ഫോക്സോ ഫാക്ടറിനെ ആക്ടിവേറ്റ് ചെയ്യാനും റിപ്രസ് ചെയ്യാനും എന്താണ് ഈ ഒരു സിർ പ്രോട്ടീൻസിന് പറ്റും. സിർ പ്രോട്ടീൻസ് നമ്മൾ പറഞ്ഞു സിറൂറ്റോയിൻ നമ്മുടെ DNA ബ്രേക്കൊക്കെ വരുമ്പോൾ റിപ്പയറിങ്ങിന് സഹായിക്കുന്നതെന്ന് പറഞ്ഞു. സോ ഈ ഒരു സിർ പ്രോട്ടീൻസിന് എന്താണ് ഈ ഒരു P53നെ ഇൻഹിബിറ്റ് ചെയ്ത് വെക്കാനും പറ്റും. സോ ഇൻ കേസ് ഈ ഒരു P53 ആക്ടിവേറ്റ് ആയാൽ അവിടെ എന്താവും സെൽ സൈക്കിൾ അറസ്റ്റ് നടക്കും. ദെൻ അതൊരു ബാക്സ് ജീനിനെ ഇൻസ്ട്രക്റ്റ് ചെയ്യും. ആ ബാക്സ് ജീൻ എന്ത് ചെയ്യും അപ്പോട്ടോസിസ് ഇനീഷ്യേറ്റ് ചെയ്യും. ദെൻ ഈ അപ്പോട്ടോസിസ് ഇൻഹിബിറ്റ് ചെയ്യുന്നത് ഒരു BCL2 എന്ന് പറഞ്ഞിട്ടുള്ള പ്രോട്ടീൻ അപ്പോട്ടോസിസിനെ റെഗുലേറ്റ് ചെയ്യുന്നത് ഈ ഒരു BCL2 എന്ന് പറഞ്ഞിട്ടുള്ള പ്രോട്ടീനാണ്. അത് നമ്മൾ അപ്പോട്ടോസിസ് പറഞ്ഞു. സോ ഇതാണ് ഒരു കൺസേർവ്ഡ് ആയിട്ടുള്ള ഈ ഒരു ജെനറ്റിക് പാത്വേ. ഇവിടെ നമുക്കറിയാം ഇപ്പോൾ DNA റിപ്പയറിങ്ങുള്ള സെയിം എൻസൈംസ് ആ ഒരു ജീൻസ് തന്നെയാണ് ഇൻസുലിൻ സിഗ്നലിംഗ് പാത്വേയിലുള്ളത്. സോ അതൊക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്റ്റഡ് ആണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് എൻവിറോൺമെൻറ്റ് ആൻഡ് എപ്പിജെനറ്റിക് കോസ് ഓഫ് ഏജിങ്. സോ എപ്പിജെനറ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ DNA സീക്വൻസിനെ ഡിപ്പെൻഡ് ചെയ്യാതെ ജീൻ എക്സ്പ്രഷൻ ആൻഡ് ഫംഗ്ഷനിൽ വരുന്ന ചേഞ്ചസിനെയാണ് നമ്മൾ എപ്പിജെനറ്റിക്സ് എന്ന് പറയുന്നത്. സോ ഈ ഒരു എപ്പിജെനറ്റിക് മെക്കാനിസത്തിൻ്റെ എക്സാമ്പിളാണ് DNA മീഥൈലേഷൻ. DNA മീഥൈലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ DNAക്ക് മീഥൈൽ ഗ്രൂപ്പ് അഡീഷൻ നടക്കുന്നതിനാണ് നമ്മൾ DNA മീഥൈലേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് മീഡിയേറ്റഡ് ബൈ DNA മീഥൈൽ ട്രാൻസ്ഫറേസ്. സോ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മോണോസൈഗസ് ട്വിൻസിലും യങ് സ്റ്റേജിൽ അവരുടെ ആ ഒരു മീഥൈലേഷൻ പാറ്റേൺ ഇൻഡിസ്റ്റിങ്ക്യൂഷബിൾ ആയിരിക്കും. പക്ഷേ ഓൾഡർ സ്റ്റേജിൽ ആ ഒരു മീഥൈലേഷൻ പാറ്റേൺ വെരി ഡിഫറെൻ്റ് ആയിരിക്കും. സോ അതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് യങ് സ്റ്റേജിൽ ആ ഒരു ട്വിൻസ് സിമിലർ എൻവയോൺമെൻറ്റ് അതുപോലെ സിമിലർ ഫുഡ് ഹാബിറ്റാറ്റിലൊക്കെ ആയിരിക്കും അവരുടെ ആ ഒരു ലൈഫ് പോകുന്നുണ്ടാവുക. പക്ഷേ ഓൾഡർ സ്റ്റേജ് ആകുമ്പോൾ അവരുടെ ആ ഒരു ഫുഡ് ഹാബിറ്റാറ്റ് എൻവിറോൺമെൻറ്റ് ഇതൊക്കെ ചേഞ്ച് ആയിട്ടുണ്ടാകും. സോ അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു മീഥൈലേഷൻ പാറ്റേണിലും ഡിഫറൻസ് കാണിക്കും. സോ ഈ ഒരു ഡിഫറൻസ് അവരുടെ ആ ഒരു ജീൻ എക്സ്പ്രഷനെ അഫക്റ്റ് ചെയ്യും. സോ യങ്ങർ ട്വിൻ പെയറിൽ സിമിലർ ജീൻ എക്സ്പ്രഷൻ ആണെങ്കിൽ ഓൾഡർ ട്വിൻ പെയറിൽ ഡിഫറെൻറ്റ് പാറ്റേൺസ് ഓഫ് DNA എക്സ്പ്രഷനാണ് കാണിക്കുന്നത്. സോ ഈ ഒരു ഫിഗറിൽ നമുക്കിപ്പോൾ 3 ഇയർ ഓൾഡ് ട്വിൻസിൻ്റെയും അതുപോലെ 50 ഇയർ ഓൾഡ് ട്വിൻസിൻ്റെയും ക്രോമസോമിൻ്റെ ഫിഗറാണ്. സോ ഇതിൽ നമുക്ക് കാണാൻ പറ്റും 3 ഇയർ ഓൾഡ് ട്വിൻസിൽ ആ ഒരു നമ്പർ ഓഫ് ഡിഫറൻഷ്യൽ ബാൻഡ് കുറവാണ്. പക്ഷേ 50 ഇയർ ഓൾഡ് ട്വിൻസിൽ ആ ഒരു നമ്പർ ഓഫ് ഡിഫറൻഷ്യൽ ബാൻഡ് വളരെ കൂടുതലാണ്. സോ അത് തന്നെയാണ് ആ ഒരു ഗ്രാഫിലും പ്ലോട്ട് ചെയ്തിട്ടുള്ളത്. 3 ഇയർ ഓൾഡ് ട്വിൻസിൽ ഡിഫറൻഷ്യൽ ബാൻഡിൻ്റെ എണ്ണം വളരെ കുറവും 50 ഇയർ ഓൾഡ് ട്വിൻസിൽ ആ ഒരു ഡിഫറൻഷ്യൽ ബാൻഡിൻ്റെ എണ്ണം കൂടുതലായിട്ടാണ് കാണിക്കുന്നത്. സിമിലർ അതുതന്നെയാണ് ഇവിടെയും പറയുന്നത്. മോണോസൈഗോട്ടിക് ട്വിൻസിൽ ഐഡൻറ്റിക്കൽ എമൗണ്ട് ഓഫ് മീഥൈലേറ്റഡ് DNA ആൻഡ് അസറ്റിലേഷൻ ഓഫ് ഹിസ്റ്റോൺസ് H3 ആൻഡ് H4 ആണ് കാണുന്നതെങ്കിൽ അത് ഏജ് ആകുമ്പോൾ ആ ഒരു മീഥൈലേഷൻ ആൻഡ് അസറ്റിലേഷൻ ഇൻക്രീസ് ചെയ്യും. പക്ഷേ അത് ഇൻക്രീസ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് എക്സ്റ്റെൻറ്റിലും അതുപോലെ ഡിഫറെൻറ്റ് ക്രോമസോമൽ ലൊക്കേഷൻ ഓഫ് ഈച്ച് ടിന്നിൻ്റെ ഡിഫറെൻറ്റ് ക്രോമസോമൽ ലൊക്കേഷനിലാവും ആ ഒരു മീഥൈലേഷനും അസറ്റിലേഷനും നടക്കുന്നത്. സോ ഈ ഒരു മീഥൈലേഷൻ പാറ്റേണിൽ വരുന്ന
ഡൈവേർജൻസിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് എൻവിയോൺമെൻറ്റൽ ഫാക്ടർ തന്നെയാണ്. ജെനറ്റിക് ഇൻഫ്ലുവൻസിനെക്കാട്ടിലും കൂടുതൽ എൻവിറോൺമെൻ്റ് ആണ് ഈ ഒരു മിഥൈലേഷൻ പാറ്റേണിൽ വരുന്ന ഡൈവേർജൻസിന് കാരണം. ഇനി നമുക്ക് നോക്കാനുള്ളത് ഏജിങ് കോസ് ചെയ്യുന്ന ചില ഫാക്ടേഴ്സാണ്. സോ അതിൽ വരുന്നതാണ് ഓക്സിഡേറ്റീവ് ഡാമേജ്. ഈ ഓക്സിഡേറ്റീവ് ഡാമേജ് കോസ് ചെയ്യുന്നത് റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസാണ്. സോ മെയിൻലി നമുക്കറിയാം റേഡിയേഷനും അതുപോലെ റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസുമാണ് ഈ മ്യൂട്ടേഷൻ കോസ് ചെയ്യുന്നത്. മ്യൂട്ടേഷൻ വരുമ്പോൾ എന്താണ്, നമ്മുടെ ഏജിങ്ങിന് കാരണമാവും. സോ ഈ റോസ്, അതായത് നോർമൽ മെറ്റബോളിസത്തിൽ ഉണ്ടാവുന്ന ഈ റോസ് എന്താണ്, അതിന് നമ്മുടെ സെൽ മെംബ്രെയിനെ ഡാമേജ് ചെയ്യാനും അതുപോലെ പ്രോട്ടീൻ, ന്യൂക്ലിക് ആസിഡിനൊക്കെ ഡാമേജ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ 2 to 3% ഓഫ് ഈ ഓക്സിജൻ ആറ്റം എന്താണ്, മൈറ്റോകോൺട്രിയയിൽ എടുത്തിട്ടുണ്ടാകും. സോ അവിടെ ഇത് റെഡ്യൂസ്ഡ് ആയിട്ട് എന്തായിട്ട് മാറും, സൂപ്പർ ഓക്സൈഡ് അയൺസ്, അതുപോലെ ഹൈഡ്രോക്സിൽ ഫ്രീ റാഡിക്കൽസ് ആൻഡ് ഹൈഡ്രോജൻ പെറോക്സൈഡ് ഒക്കെ ആയിട്ട് മാറും. ഇതൊക്കെ നമുക്ക് എന്താ ഓക്സിഡേറ്റീവ് ഡാമേജ് കോസ് ചെയ്യാൻ സാധിക്കും. സോ എവിഡൻസസ് പറയുന്നത് എന്താ വെച്ചാലും ഈ റോസ് മോളിക്യൂൾ എന്താണ്, ഏജിങ് പ്രോസസ്സിൽ ക്രിട്ടിക്കൽ ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. സോ നമ്മുടെ ഒരു ഒബ്സർവേഷൻ വെച്ചിട്ട് ഫ്രൂട്ട് ഫ്ലൈസിലും അതുപോലെ നിമറ്റോഡ്സിലും എന്താണ് ഈ ഒരു റോസിനെ ഡിസ്ട്രോയ് ചെയ്യുന്ന എൻസൈംസിൻ്റെ എമൗണ്ട് ഓവർ എക്സ്പ്രസ് ചെയ്തിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ആ 2 എൻസൈംസ് ആണ് കാറ്റലൈസ് ആൻഡ് സൂപ്പർ ഓക്സൈഡ് ഡിസ്മ്യൂട്ടേസ്. ഈ 2 എൻസൈമിൻ്റെ എമൗണ്ട് ഈ ഒരു ഫ്രൂട്ട് ഫ്ലൈസിലും നിമറ്റോഡ്സിലും ഓവർ എക്സ്പ്രസ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അങ്ങനത്തെ ആ ഒരു ഫ്രൂട്ട് ഫ്ലൈസും നിമറ്റോഡ്സും എന്താണ്, അവരുടെ ആ ഒരു ലൈഫ് സ്പാനും കുറച്ചും കൂടെ ഇൻക്രീസ് ആവുന്നുണ്ട് എന്നാണ് പറയുന്നത്. സോ ഈ ഒരു ഏജിങ് എന്താണ്, ഏജിങ് എന്ന് പറയുന്നത് ഈ ഒരു ഫ്രീ റാഡിക്കൽസിൻ്റെയും ആൻറ്റി ഓക്സിഡൻറ്റിൻ്റെയും ഒരു ഇഫക്റ്റാണ് ഈ ഏജിങ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറയുന്നത് ഈ ഫ്രീ റാഡിക്കൽസ് മീഡിയേറ്റഡ് ആയിട്ടുള്ള ഏജിങ് പ്രോസസ്സ് എന്താണ്, റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ആൻറ്റി ഓക്സിഡൻസ് ഫ്രീ റാഡിക്കൽസ് ആയിട്ട് ഫൈറ്റ് ചെയ്തിട്ട് ആ ഒരു ഏജിങ് പ്രോസസ്സ് റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇൻ കേസ് ആ ഒരു ഫ്രീ റാഡിക്കൽസിൻ്റെ എമൗണ്ട് നമ്മുടെ ബോഡിയിൽ കൂടിയാൽ അത് നമുക്ക് ഹാംഫുൾ ആവുകയാണ് ചെയ്യുന്നത്. ദെൻ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഡയറ്റ് കലോറി റെസ്ട്രിക്ഷനാണ്. ഡയറ്റ് കലോറി റെസ്ട്രിക്ഷൻ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇൻസുലിൻ സിഗ്നലിംഗ് പാത്വേ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു എന്താ, ആ ഒരു നിമറ്റോഡിനും മൈസിനൊക്കെ നമ്മളൊരു ഡയറ്റ് കലോറി റെസ്ട്രിക്ഷൻ കൊടുക്കുമ്പോൾ അവരുടെ ആ ഒരു എന്താണ് IGF, അതായത് ഇൻസുലിൻ ഗ്രോത്ത് ഫാക്ടർ എന്ത് ചെയ്യും, ആ ഒരു ഇൻസുലിൻ ഗ്രോത്ത് ഫാക്ടറിൻ്റെ ലെവൽ റെഡ്യൂസ് ചെയ്യും. അത് റെഡ്യൂസ് ചെയ്യുമ്പോൾ എന്താണ്, അവരുടെ ആ ഒരു ലോങ്കിവിറ്റി ഇൻക്രീസ് ചെയ്യും. അതാണ് എന്ത് ഡയറ്റ് കലോറി റെസ്ട്രിക്ഷനിൽ നമ്മൾ പറയുന്നത്. സോ ആ ഒരു റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് കൊടുക്കുമ്പോൾ എന്താണ് അവരുടെ ആ ഒരു ലോങ്കിറ്റിവിറ്റി, നിമറ്റോഡ്സിൻ്റെയും മൈസിൻ്റെയും ലോങ്കിറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നതാണ് കാണുന്നത്. ഓൾറെഡി നമ്മളിത് ഇൻസുലിൻ സിഗ്നലിംഗ് പാത്വേ പറഞ്ഞപ്പം അവിടെ ഡിസ്കസ് ചെയ്തതാണ്. ദെൻ നെക്സ്റ്റ് പറയുന്നത് എന്താണ്, സ്റ്റെം സെൽസ് ആൻഡ് പ്രോജനിറ്റർ സെൽസ്. വൺ ഓഫ് ദ ഹോൾമാർക്ക് ഓഫ് ഏജിങ് ഈസ് ദ ഡിക്ലൈനിങ് എബിലിറ്റി ഓഫ് സ്റ്റെം സെൽസ് ആൻഡ് പ്രോജനിറ്റർ സെൽ. പ്രോജനിറ്റർ സെൽസിൻ്റെയും സ്റ്റെം സെൽസിൻ്റെ ഡിക്ലൈനിങ് എബിലിറ്റിയാണ് അനദർ ഹോൾമാർക്ക് ഓഫ് ഏജിങ് എന്ന് പറയുന്നത്. അതായത് ആ ഒരു സെല്ലിൻ്റെ റീസ്റ്റോറിങ് കപ്പാസിറ്റി നഷ്ടപ്പെടുന്നതിനെയാണ് നമ്മൾ ഏജിങ്ങിൻ്റെ അനദർ ഹോൾമാർക്കായിട്ട് കാണുന്നത്. സോ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് സെല്ലുലാർ ഏജ് റിലേറ്റഡ് ചേഞ്ചസ് ആണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് എക്സ്ട്രാ സെല്ലുലാർ ഏജിങ് ആണ്. സോ സെല്ലുലാർ മെക്കാനിസം ഓഫ് ഏജിങ്ങിന് പുറമെ ഏജ് റിലേറ്റഡ് ചേഞ്ചസ് നമ്മുടെ സെൽസിൻ്റെ ഔട്ട്സൈഡ് ടിഷ്യൂസിലും നടക്കുന്നുണ്ട്. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എക്സ്ട്രാ സെല്ലുലാർ ഏജിങ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ഏജ് റിലേറ്റഡ് ചേഞ്ചസ് നമുക്ക് കണക്റ്റീവ് ടിഷ്യൂസ് ഓഫ് ബോഡിയിൽ ഒബ്സർവ്ഡ് ആണ്. സോ ഈ ഒരു കണക്റ്റീവ് ടിഷ്യൂ ഡിറൈവ് ചെയ്യുന്നത് നമ്മുടെ എംബ്രിയോണിക് മീസെൻകൈമ സച്ചാസ് ഡെർമിസ്, ടെൻഡിയോൺസ്, കോർണിയ, വാസ്കുലർ വാൾസ്, കാർട്ടിലേജ് ആൻഡ് ബോൺസ്, ഇതിൽ നിന്നൊക്കെയാണ് നമ്മുടെ ഈ ഒരു കണക്റ്റീവ് ടിഷ്യൂ ഡിറൈവ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ ഇടയിലൊക്കെയുള്ള ലാർജ് ഇൻ്റർസെല്ലുലാർ സ്പേസൊക്കെ കൊളാജൻ, അതുപോലെ ഇലാസ്റ്റിൻ, ആസിഡ് മ്യൂക്കോപോളിസാക്കറൈഡ്, സ്ട്രക്ചറൽ ഗ്ലൈക്കോ പ്രോട്ടീൻസ്, ഇതൊക്കെ ആയിട്ട് എന്തായിരിക്കും, റിച്ച് ആയിരിക്കും. സോ എംബ്രിയോണിക് ടിഷ്യൂ അതുപോലെ അഡൾട്ട് ടിഷ്യൂ ഇതിൻ്റെയൊക്കെ മോർഫോജനറ്റിക് ഇവൻസിൻ്റെ കൺട്രോൾ ഈ 4 ടൈപ്സ് ഓഫ് മാക്രോ മോളിക്യൂൾസിനായിരിക്കും. എംബ്രിയോണിക് ടിഷ്യൂവിൽ മെയിൻലി ആ ഒരു ഡിഫറൻസിയേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് പ്രോട്ടിയോഗ്ലൈക്കൻസും സ്ട്രക്ചറൽ ഗ്ലൈക്കോ പ്രോട്ടീൻസും ആണെങ്കിൽ ലേറ്റർ അഡൾട്ട് ടിഷ്യൂവിൽ ആ ഒരു റോള് ചെയ്യുന്നത് കൊളാജനും ഇലാസ്റ്റിനുമാണ്.
സോ സ്കിന്നിൻ്റെയും ബ്ലഡ് വെസലിനും ഒരു ഇലാസ്റ്റിസിറ്റി കൊടുക്കുന്നത് ഇലാസ്റ്റിക് ഫൈബേഴ്സാണ്. സോ ഈ ഒരു ഇലാസ്റ്റിക് ഫൈബേഴ്സിൻ്റെ ക്വാണ്ടിറ്റി എന്താണ്, ഏജിങ് ആവുന്നതിനൊപ്പം അത് ഡിമിനിഷ് ചെയ്ത് വരും. അതോടൊപ്പം തന്നെ എന്താണ്, ഏജിങ് ആവുമ്പോൾ ഗ്ലൈക്കോപ്രോട്ടീൻസ് ഡിക്രീസ് ആവുകയും ലിപ്പോപ്രോട്ടീനിൽ ഡീഗ്രഡേഷൻ നടന്നിട്ടുണ്ടാകുന്ന ആ ലിപ്പിഡ് എന്ത് ചെയ്യും, ഡെപ്പോസിറ്റഡ് ആയിട്ട് അവിടെ ലെസ് ഇലാസ്റ്റിക് ആക്കുകയും ചെയ്യും. സോ അതുപോലെ തന്നെ എന്താണ്, കൊളാജിൻ്റെ എമൗണ്ട് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഈ കൊളാജിൻ്റെ എമൗണ്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ അത് ഇൻ്റർസെല്ലുലാർ സ്പേസസിലൊക്കെ ഡെപ്പോസിഷൻ നടന്നിട്ട് ആ ഒരു എന്താണ് സെൽ മെംബ്രെയിൻ്റെ പെർമിയബിലിറ്റീനൊക്കെ അത് ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ അത് ഡിഫ്യൂഷൻ്റെ സ്പീഡ്, അതായത് സബ്സ്റ്റൻസിൻ്റെ ഇൻ ആൻഡ് ഔട്ട് മൂവ്മെൻ്റ് ഒക്കെ എഫക്റ്റ് ചെയ്യും. സോ സിഗ്നിഫിക്കൻ്റ്ലി എന്താണ്, അത് ഏജിങ് എന്നുള്ള പ്രോസസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. സോ ഈ ഒരു എക്സ്ട്രാ സെല്ലുലാർ ചേഞ്ചസ് എന്താണ് സർട്ടൈൻ ഡിസീസസ് എന്നൊക്കെ കോസ് ചെയ്യുന്നുണ്ട്. അതിൽ വരുന്ന 2 എക്സാമ്പിൾസാണ് അൽഷിമേഴ്സ് ഡിസീസും അതുപോലെ സിറോസിസ് ഓഫ് ലിവറും. അൽഷിമേഴ്സ് ഡിസീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, അമൈലോയിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സബ്സ്റ്റൻസ്, അതിൻ്റെ ഒരു സബ്സ്റ്റൻസ് ബിൽഡപ്പ് ചെയ്തിട്ട് ഏർലി ഡെത്ത് ഓഫ് ബ്രെയിനിൻ്റെ ഏർലി ഡെത്ത് കോസ് ചെയ്യും, പ്രോഗ്രസീവ് ലോസ് ഓഫ് മെമ്മറി കൊണ്ടുവരികയും ചെയ്യുകയാണ് അൾഷിമേഴ്സ് ഡിസീസിൽ. അതുപോലെ സിറോസിസ് ലിവർ എന്ന് പറഞ്ഞത് ഫോർമേഷൻ ഓഫ് എക്സസ് ഓഫ് ഫൈബറസ് കണക്റ്റീവ് ടിഷ്യൂ ഇൻ ഓർഗൻ ആൻഡ് ടിഷ്യൂസിൽ എക്സസ് ഓഫ് കണക്റ്റീവ് ഫൈബേഴ്സിൻ്റെ ഫോർമേഷൻ ഉണ്ടാകുന്നതിനാണ് നമ്മൾ സിറോസിസ് ഓഫ് ലിവർ എന്ന് പറയുന്നത്. ദെൻ ഇത് അൽഷിമേഴ്സ് ഡിസീസിൻ്റെയും അതുപോലെ സിറോസിസ് ഓഫ് ലിവറിൻ്റെയും ഒരു പിക്ചറാണ്. സോ ഇത്രയൊക്കെ ഉള്ളൂ ഏജിങ് സെല്ലുലാർ ആൻഡ് എക്സ്ട്രാ സെല്ലുലാർ ലെവൽ നമുക്ക് പറയാനുള്ളത്.